പാലക്കാട്. ഞാനിപ്പോൾ കോയമ്പത്തൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് റൂം ആൻഡ് മീൽ. അപ്പോൾ ഇതൊരു വ്ളോഗ് പോലെ തന്നെയാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്ന പുതിയ സ്ഥലങ്ങളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അത് മാത്രമല്ല, എനിക്കറിയാവുന്ന കുറച്ച് റെസിപ്പീസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യൂ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോയുടെ താഴെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റെസിപ്പി വീഡിയോയിലേക്ക് പോവാം. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ചൗ ചൗ കൂട്ട്. സോ ചൗ ചൗ എന്ന് പറയുന്നത് ഈ വെജിറ്റബിളിൻ്റെ പേരാണ് ചൗ ചൗ. സോ ഇത് നമ്മുടെ വെള്ളരിക്ക പോലെയോ അല്ലെങ്കിൽ നമ്മുടെ പടുവലങ്ങ പോലത്തെ സാധനം തന്നെയാണ്. വാട്ടർ കണ്ടൻറ്റ് ഉള്ള വെജിറ്റബിളാണ്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇങ്ങനെയാണുള്ളത്. ഈ സാധനം ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സെൻറ്ററിലൊരു മാങ്ങയുടെ കുരു പോലത്തെ ഒരു സാധനം, മാങ്ങയുടെ സീഡ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിനെ കളഞ്ഞിട്ട് ഈ തോലൊക്കെ ചെത്തി നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ് ഈ ചൗ ചൗ. ഓക്കെ, സോ ഇതാണ് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം, ഒരു ചൗ ചൗ. അടുത്ത് വേണ്ടത് തേങ്ങ തുരുമിയത്. ഇത് അരച്ച് ചേർത്താനുള്ളതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ തുരുമിയത്. പിന്നെ തേങ്ങയുടെ കൂടെ അരയ്ക്കാനുള്ള സാധനമാണ് ഈ വറ്റൽമുളക് ഒരു 4 എണ്ണം, കുരുമുളക് ഞാനിപ്പോൾ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് കുരുമുളക് ഉണ്ടല്ലോ, പച്ച കുരുമുളക് തന്നെ എടുക്കാവുന്നതാണ്, ഒരു 3-4 എണ്ണം. പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യമുള്ളത് ചെറുള്ളി, പിന്നെ ഒരു 3-4 ചെറുള്ളി മതി. പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി ആണ് വേണ്ടത്. അപ്പോൾ ഇതിനൊപ്പം കറിവേപ്പില, ഇപ്പോൾ കറിവേപ്പില ഇന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. അപ്പോൾ ഇതിനൊപ്പം കറിവേപ്പിലയും കൂടി ചേർത്തിക്കോളൂ. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട ഇനിയൊരു സംഭവമാണ്, ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. സോ പൊതുവേ കൂട്ട് എന്നുള്ളൊരു എല്ലാ റെസിപ്പിക്കും ഈ കടലപ്പരിപ്പ് നമ്മൾ ചേർക്കണം, എന്നാലേ അതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം എന്നെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു ചൗ ചൗവിൽ മാത്രമേ, ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സോ ചൗ ചൗവിൽ മാത്രമേ ഈ റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ പറയും ചൗ ചൗവിൽ മാത്രമല്ല, ഞാൻ ചൗ ചൗ കിട്ടിയതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നു. കാരണം കുറേ പേർക്ക് ചൗ ചൗ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു. ഇത് ശരിക്കും പടവളങ്ങ, നമ്മുടെ നോർമൽ പടവളങ്ങയല്ലേ, അതും ഇതേപോലെ സെയിം പ്രോസസ്സിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ലിസ്റ്റ് ഞാനിപ്പോൾ ഇടുന്നുണ്ട്. അതൊന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം ഈ കടലപ്പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ വേവിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും വേവിച്ചെടുക്കാറ്. അപ്പോൾ എൻ്റെ കുക്കർ കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ കുക്കറാണ്, വേവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഇടാം. ഇപ്പോൾ ഞാൻ വീണ്ടും ചൗ ചൗ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിത് വേവിക്കണം. ഉപ്പ് ഇടരുത്, ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് വേവിക്കരുത്. ഉപ്പ് നമുക്ക് അവസാനം ഇട്ടാൽ മതി. നമുക്കിപ്പോൾ മഞ്ഞൾപ്പൊടി, ചൗ ചൗ, ആദ്യമേ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് വീണ്ടും ചൗ ചൗ വേവിക്കാനായിട്ട് 1 വിസിൽ മതിയാവുന്നതാണ്. 1 വിസിലോ 2 വിസിലോ നിങ്ങളുടെ കുക്കറുടെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വിസിൽ മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മൾ ചൗ ചൗ വേവാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മീൻവൈൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തേങ്ങ, വറ്റൽമുളക്, പിന്നെ പെപ്പർ, ജീരകം, ഇതാണ് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത്, തേങ്ങ അരയില്ല. നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. നമുക്കത് എത്ര തേങ്ങ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മേ ബി 1-2 സ്പൂൺ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ആദ്യമേ കൂടുതൽ വെള്ളം, എപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, തേങ്ങ നമുക്ക് നേരെ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വേഗം വെച്ചിരുന്ന ചൗ ചൗവും കടലപ്പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ ഈ ചൗചൗ പൊതുവേ നന്നായിട്ട് വെള്ളം റിലീസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പാകത്തിന്. അഥവാ നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ചു എന്നുണ്ടെങ്കിൽ ഈ വെള്ളം വേസ്റ്റ് ചെയ്യേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ഈ വെള്ളം മാത്രം മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം ഇതിൽ ഇരിക്കട്ടെ, തേങ്ങയൊക്കെ അലയാൻ വേണ്ടിയിട്ട്, ഉപ്പലയാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള വെള്ളം നമുക്ക് സെപ്പറേറ്റായി മാറ്റി വെച്ചിട്ട് സാമ്പാറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ട. ഇപ്പം നമുക്കിത് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉപ്പ്, നമുക്ക് പാകത്തിന് ഉപ്പ്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം, അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ്, ഞാനിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്നുണ്ട്, ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ഈ തേങ്ങ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിരിക്കണം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ കൂടുതൽ വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ ചൗചൗവിനകത്ത് ഈ തേങ്ങ പിടിച്ചിട്ടുള്ളൂ. ഞാൻ ഈ തേങ്ങ ഇടാനേ. തേങ്ങ അരച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൽ കൂടുതൽ വെള്ളം ചേർത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ വെള്ളമുണ്ട്. അപ്പം ഇതൊന്ന് നന്നായി തിളച്ച് വരണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കുറച്ച് വെള്ളം, അതായത് നന്നായി വെള്ളം ഒന്ന് വറ്റണം. ഈ കൂട്ട് നമ്മൾ പ്ലേറ്റിലോ ഇലയിലോ വിളമ്പുമ്പോൾ, ഇത് നമുക്ക് പൊതുവേ സാമ്പാറോ വീട്ടിൽ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ സൈഡ് ഡിഷ്, ചോറിനോട് സൈഡ് ഡിഷ് ആക്കാമെന്നുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈ കൂട്ട് നമ്മൾ പ്ലേറ്റിലോ ഇലയിലോ വിളമ്പുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകരുത്, ഇതിങ്ങനെ നിൽക്കണം. അപ്പോൾ അത്രയും കൺസിസ്റ്റൻസിയിൽ നമ്മളിത് വെക്കണം. കൂടുതൽ കട്ടി ആക്കല്ലേ, പക്ഷെ കൂടുതൽ വെള്ളം പോലെ ആക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കൂട്ട് നമ്മൾ വേവിച്ച് വെച്ച് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ അരപ്പൊക്കെ നന്നായി ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അതുകൊണ്ടോ നമ്മളിങ്ങനെ എടുത്താൽ ഒഴുകുന്നില്ല, നമ്മൾ സ്പൂണിലെടുത്ത് താഴെ ഒഴുകി പോകില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ്, ഉപ്പും എരിവൊക്കെ. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും എരിവും വറ്റൽമുളകിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ താളിക്കാൻ പോവുകയാണേ. ഞാൻ കൂട്ടിൻ്റെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് താളിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് താളിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ ആവണമെന്നൊന്നും ഇല്ല, നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ കടുക് നമുക്കൊരു 1/4 സ്പൂൺ കടുക്. ഇത് താളിക്കുമ്പോൾ നമുക്ക് ജീരകമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ ജീരകം ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നമുക്ക് കടുക് നന്നായി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേരുവയിൽ പറഞ്ഞ പോലെ ചെറുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അരിഞ്ഞിടരുത്, അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ചതച്ചിട്ടാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഈ താളിപ്പിനകത്ത് ചേർക്കുകയാണ്, എണ്ണയിനകത്ത്. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കണം. കറിവേപ്പില പക്ഷേ അവസാനമേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നന്നായി ഒന്ന് വാടി വരണം. ഈ ചെറുള്ളിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വാടി വരണം. ഇപ്പം നമുക്ക് ഈ ചെറുള്ളിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിലേ നമ്മൾ കറിവേപ്പില ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല, പക്ഷേ ഈ ഒരു സ്റ്റേജിൽ കറിവേപ്പില ഇടാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ കൂട്ടിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു മണം വരും. വെളുത്തുള്ളി വാടി കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അത് വന്നാൽ തന്നെ നമുക്കത് അത് നന്നായി ഒന്ന് വാടി അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ എനിക്ക് ഇവിടെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എരിവ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാനിതിനകത്ത് താളിക്കുമ്പോൾ വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാത്തതാണ്. ഇപ്പം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് ചേർക്കാം, നിങ്ങളുടെ എരിവ് കാരണം വറ്റൽമുളക് പൊട്ടിച്ചിടുമ്പോൾ കുറച്ചുകൂടി എരിവ് കൂടുന്നതാണ്. അപ്പം നിങ്ങൾക്കത് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താളിക്കുമ്പോൾ വറ്റൽമുളക് പൊട്ടിച്ചിടാം.
അപ്പോൾ നമ്മളുടെ ചൗ ചൗ കൂട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ സാമ്പാറിനൊപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷാക്കി കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.